Hello, today we are going to discuss about the third and final part of volcano. First of all, causes of volcanism. Magma, the molten material, is formed deep in the earth crust as well as in the upper parts of the mantle. In these areas, the temperature and pressure are very high, and changes in pressure and temperature can cause magma to form. മാഗ്മ അല്ലെങ്കിൽ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ കൂടുതലായി കണ്ടുവരുന്നത് എർത്തിന്റെ ക്രസ്റ്റിലും അതുപോലെ അപ്പർ മാന്റിലിന്റെ ഭാഗത്തുമാണ്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു മാഗ്മ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ, അതായത് താപനിലയും അതുപോലെ തന്നെ പ്രഷറും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനും പ്രഷറിനും എന്തെങ്കിലും മാറ്റം സംഭവിക്കുമ്പോഴാണ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ മാഗ്മയായിട്ട് അത് മാറുന്നത്. Tectonic plate boundaries are the areas where the plates collide, separate, or slide past one another. Plates എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കോണ്ടിനെന്റ്സ് ഒക്കെ ഫോം ചെയ്തതിൻ്റെ ഒക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ പ്ലേറ്റ് മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ പ്ലേറ്റ് മൂവ്മെന്റ് പ്രധാനമായിട്ടും 3 രീതിയിലാണുള്ളത്. പ്ലേറ്റ്സ് ഒന്ന് കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അത് സ്ലൈഡ് പാസ്റ്റ് ഒന്ന് ഉരച്ച് നീങ്ങി പോവാം. അപ്പോൾ വോൾക്കാനോസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസിലൊക്കെയാണ്. മോസ്റ്റ് വോൾക്കാനോസ് ആർ ഫൗണ്ട് വെയർ ദ പ്ലേറ്റ്സ് മൂവ് ടുഗദർ ഓർ എപ്പാർട്ട്. പ്രധാനമായും 2 പ്ലേറ്റ്സ് കൂടി വരുന്നിടത്തോ അല്ലെങ്കിൽ 2 പ്ലേറ്റ്സ് അകന്നു പോകുന്നിടത്തോ ആണ് വോൾക്കാനോ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. About 15% of active volcanoes of the landform where the plates separate and 80% of form where the plates collide. ഭൂമുഖത്തുള്ള ആക്റ്റീവ് വോൾക്കാനോസിൽ 15% ആക്റ്റീവ് വോൾക്കാനോസ് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്ന, അതായത് ഡൈവേർജന്റ് ആയിട്ട് പോകുന്ന പ്ലേറ്റ് ബൗണ്ടറീസിലും 80% ആക്റ്റീവ് വോൾക്കാനോസ് കൺവേർജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുന്ന പ്ലേറ്റ് ബൗണ്ടറീസിലുമാണ് ഉണ്ടാവാറ്. The remaining few volcanoes on the land are found far from the tectonic plate boundaries. ബാക്കിയുള്ള 5% വോൾക്കാനോസ്, ആക്റ്റീവ് വോൾക്കാനോസ് കണ്ടുവരുന്നത് ഈ പ്ലേറ്റ് ബൗണ്ടറീസിലൊന്നുമല്ല, പ്ലേറ്റ് ബൗണ്ടറീസ് വളരെ അകലത്തായി, അതായത് അകത്തായിട്ടാണ് കണ്ടുവരുന്നത്. Let us discuss where these volcanoes are formed. First of all, a divergent plate boundary. At a divergent boundary, the tectonic plates move away from each other. A set of deep cracks called drift zone forms between the plates. ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് 2 പ്ലേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് മാറുന്നതിനെയാണ് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 2 വശത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നടുക്ക് സ്വാഭാവികമായിട്ടും ക്രാക്സ് ഉണ്ടാവും. ഇത്തരത്തിലുണ്ടാകുന്ന ക്രാക്സിനെ റിഫ്റ്റ് സോൺ എന്നാണ് വിളിക്കാറ്. മാന്റൽ റോക്ക് മൂവ്സ് upward to fill in this gap, and when the mantle rock get close to the surface, the pressure decreases. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അകത്തുള്ള മാന്റൽ റോക്ക് സർഫസിലോട്ട് എത്തുകയും സർഫസിൽ എത്തുന്ന സമയത്ത് ഈ മാന്റൽ റോക്കിന്റെ പ്രഷർ കുറയുകയും ചെയ്യുന്നു. The decrease in the pressure causes the mantle rock to melt, forming magma. The magma rises through these drift zones and erupts. ഇത്തരത്തില് മാന്റൽ റോക്ക് സർഫസിലെത്തുന്ന സമയത്ത് അതിന്റെ പ്രഷർ കുറയുന്നത് കൊണ്ട് അത് ഉരുകാൻ തുടങ്ങുന്നു, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അത് മാഗ്മയായിട്ട് മാറുന്നു. ഈ മാഗ്മ എന്ത് ചെയ്യും? ഈ കാണുന്ന ക്രാക്ക്, അതായത് റിഫ്റ്റ് സോണിൽ കൂടെ പുറത്തു വരികയും അത് ഇറപ്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിൽ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുന്നത്. 2 പ്ലേറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ നീങ്ങുന്നു, നടുക്ക് ക്രാക്സ് ഉണ്ടാകുന്നു, താഴെയുള്ള മോൾട്ടൺ മെറ്റീരിയൽ പുറത്തു വന്ന് ഇറപ്റ്റ് ചെയ്താണ് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിൽ ആക്റ്റീവ് വോൾക്കാനിസം ഉണ്ടാവുന്നത്. Second, convergent plate boundary. At a convergent plate boundary, the tectonic plates collide. When an oceanic plate collides with a continental plate, the oceanic plate slides under the continental plate, and this region is known as subduction zone.
കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്യുമ്പോൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ബൗണ്ടറിയാണ് കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇത് 3 രീതിയിൽ ഉണ്ടാവാറുണ്ട്. 1-2 ഓഷ്യാനിക് പ്ലേറ്റ്സ് മീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 2 കോണ്ടിനെന്റൽ പ്ലേറ്റ് മീറ്റ് ചെയ്യുമ്പോഴോ മൂന്നാമതായിട്ട് ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ് മീറ്റ് ചെയ്യുമ്പോഴോ അത് കൺവേർജന്റ് ബൗണ്ടറി ആയിട്ട് മാറാറുണ്ട്. ഇത്തരത്തിലുണ്ടാവുന്ന പ്ലേറ്റ് ബൗണ്ടറീസിൽ ഏത് പ്ലേറ്റ് ആണോ ഡെൻസർ പ്ലേറ്റ് ലൈറ്റർ പ്ലേറ്റിന് അടിയിലോട്ട് സബ്സൈഡ് ചെയ്ത് പോകും. ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും എടുക്കുന്നെങ്കിൽ അത് ഡെൻസിറ്റി കൂടിയത് ഓഷ്യാനിക് പ്ലേറ്റിനായിരിക്കും. അപ്പോൾ ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും ഓഷ്യാനിക് പ്ലേറ്റും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഡെൻസർ ആയിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റ് ലൈറ്റർ ആയിട്ടുള്ള കോണ്ടിനെന്റൽ പ്ലേറ്റിന് അടിയിലോട്ട് സ്ലൈഡ് ചെയ്ത് പോകും. അങ്ങനെ ഉണ്ടാവുന്ന ആ സോണിനെ വിളിക്കുന്ന പേരാണ് സബ്ഡക്ഷൻ സോൺ. ഈ ഒരു ഭാഗത്തിനെയാണ് സബ്ഡക്ഷൻ സോൺ എന്ന് വിളിക്കാറ്. As the ocean crust sinks, the temperature and the pressure on it increases. Because the ocean crust forms below the ocean, the rock contains a lot of water. The heat and pressure on the ocean crust causes this water to be released. The water mixes with the mantle rock above the oceanic plate. When the mantle rock mixes with the water, it can melt at lower temperature. The mantle rock begins to melt at subduction zone. The magma rises to the surface and erupts as volcano. Oceanic crust ഇത്തരത്തിൽ സിങ്ക് ചെയ്യുന്ന സമയത്ത് താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ സബ്സൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ടെമ്പറേച്ചറും പ്രഷറും വളരെയധികം കൂടും. ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഓഷന് താഴെയായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള റോക്സിൽ ഒരുപാട് ജലാംശം, വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തില് സബ്ഡക്ഷൻ സംഭവിച്ച് അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും വളരെയധികം കൂടുന്ന സമയത്ത് ഓഷ്യാനിക് ക്രസ്റ്റിന് ഈ ഒരു ക്രസ്റ്റിനുള്ള റോക്സിലുള്ള വെള്ളം റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ റിലീസാകുന്ന വെള്ളം മാന്റൽ റോക്കുമായിട്ട് മിക്സ് ചെയ്യും. അതായത് ഓഷ്യാനിക് പ്ലേറ്റിന് മുകളിൽ കാണപ്പെടുന്ന മാന്റൽ റോക്കുമായിട്ട് ഈ ഓഷ്യാനിക് പ്ലേറ്റിനകത്തുള്ള റോക്കിൽ നിന്നും റിലീസ് ചെയ്യുന്ന വെള്ളം മിക്സ് ചെയ്യും. ഇത്തരത്തിൽ എന്താണ്, അവിടെ പ്രഷറും കൂടുതലാണ്, ടെമ്പറേച്ചറും കൂടുതലാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ വെള്ളം റിലീസ് ആവുന്നത്. അത് മുകളിൽ കാണുന്ന മാന്റൽ റോക്കുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂടുവെള്ളമായിട്ട് ആ ഒരു മാന്റൽ റോക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ലോവർ ടെമ്പറേച്ചറിൽ പോലും ഈ ഒരു മാന്റൽ റോക്ക് മെൽറ്റ് ചെയ്യും. ഇത്തരത്തിൽ മെൽറ്റ് ചെയ്യുന്ന മാന്റൽ റോക്ക് സബ്ഡക്ഷൻ സോണിൽ മെൽറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു ഭാഗത്തും മെൽറ്റ് ചെയ്യുന്നു. ഈ സബ്ഡക്ഷൻ സോണിൽ നിന്ന് മെൽറ്റ് ചെയ്യുന്നത് വോൾക്കാനിക് ഇറപ്ഷനായിട്ട് സർഫസിൽ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ഒരു കൺവേർജന്റ് ബൗണ്ടറിയിൽ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നത്. കൺവേർജന്റ് ബൗണ്ടറിയിൽ പ്രധാനമായിട്ടും കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് ഭാഗത്താണ് വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നത്. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും മീറ്റ് ചെയ്യുമ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റ് താഴ്ന്നു പോകുന്നു, അവിടെ സബ്ഡക്ഷൻ ഉണ്ടാവുന്നു, സബ്ഡക്ഷൻ സോൺ ഉണ്ടാവുന്നു. ആ സമയത്ത് ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള റോക്സിൽ നിന്ന് ഹോട്ട് വാട്ടർ റിലീസ് ചെയ്യുന്നു. അത് അപ്പർ മാന്റിലുള്ള റോക്കുമായിട്ട് മിക്സ് ചെയ്ത് അത് മെൽറ്റ് ചെയ്ത് മാഗ്മയായിട്ട് പുറത്തു വരുന്നു. അങ്ങനെയാണ് കൺവേർജന്റ് ബൗണ്ടറിയിൽ ആക്റ്റീവ് വോൾക്കാനോസ് ഫോം ചെയ്യുന്നത്. Third, in the middle of the plates. Although most volcanoes form at plate boundaries, some volcanoes are formed in the middle of the plates, that is on the interior of the plates. Some volcanoes, such as Hawaiian Islands, form at hotspots. Hotspots are places on the Earth's surface where the volcanoes form far from the plate boundaries. Hotspots form above the hot columns of mantle rock called mantle plumes. Some scientists think that the hotspots form where the magma rises through the cracks in the earth crust. മൂന്നാമതായിട്ട് ആക്റ്റീവ് വോൾക്കാനോസ് ഉണ്ടാവുന്നത് പ്ലേറ്റ് ബൗണ്ടറീസിൽ നിന്ന് മാറി പ്ലേറ്റിനകത്ത് മിഡിൽ പോർഷൻസിലാണ്. പ്രധാനമായും അതിനെ വിളിക്കുന്നത് ഹോട്ട്സ്പോട്ട്സ് എന്നാണ്. ഈ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത് മാന്റിൽ പ്ലൂംസ് എന്ന് പറയുന്ന ഭാഗത്തിന് മുകളിൽ കാണപ്പെടുന്ന പോർഷനാണ് ഹോട്ട്സ്പോട്ട്സ്. മാന്റിൽ പ്ലൂംസ് എന്ന് പറയുന്നത് ഭൂമിക്കകത്തുള്ള
ഹോട്ട് കോളം ഓഫ് മാൻഡിൽ റോക്കിനെയാണ് മാൻഡിൽ പ്ലൂംസ് എന്ന് വിളിക്കുന്നത്. അതായത് ഭൂമിക്കകത്ത് മാൻഡിലിൽ കാണപ്പെടുന്ന മോൾട്ടൺ റോക്ക് മെറ്റീരിയലിന്റെ ഒരു കളക്ഷനെ വിളിക്കുന്ന പേരാണ് മാൻഡിൽ പ്ലൂംസ്. ഈ മാൻഡിൽ പ്ലൂംസിന് മുകളിലുള്ള എർത്ത് സർഫസിലുള്ള പോർഷനെ വിളിക്കുന്നതാണ് ഹോട്ട്സ്പോട്ട്സ്. ഇതിൽ ചില സയന്റിസ്റ്റിന്റെ ഒരു അഭിപ്രായത്തിൽ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത് മാഗ്മ എവിടെയാണോ ഉള്ളത് അതിന് മുകളിൽ കാണപ്പെടുന്നു. ഈ ഹോട്ട്സ്പോട്ട്സ് ഫോം ചെയ്യുന്നത് മാഗ്മയ്ക്ക് കാണപ്പെടുന്നത് എവിടെയാണോ അതിന് മുകളിൽ ക്രാക്ക് ഉണ്ടാകുമ്പോൾ മാഗ്മ പുറത്തു വരുന്ന ആ പോർഷനെയാണ് അവർ ഹോട്ട്സ്പോട്ട് എന്ന് വിളിച്ചത്. അപ്പോൾ ഭൂമിയിൽ ഒരു 5% ആക്റ്റീവ് വോൾക്കാനോസ് ഫോം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹോട്ട്സ്പോട്ട്സിലാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹവായിലൻ ഐലൻഡ്സിലെ ആക്റ്റീവ് വോൾക്കാനോസ് ഒക്കെ ഹോട്ട്സ്പോട്ട്സിലാണ് ഫോം ചെയ്തേക്കുന്നത്. Moving on to the second topic, the world distribution of volcano. Volcano is mainly distributed in 4 zones: circum-Pacific belt, mid-continental belt, mid-Atlantic belt, intraplate volcanoes. First, the circum-Pacific belt. The circum-Pacific belt is popularly known as the Ring of Fire or Pacific Ring of Fire. It is a long, horseshoe-shaped, seismically active belt of earthquake epicenters, volcanoes, and tectonic plate boundaries that fringes the Pacific Ocean. It includes the volcanoes of eastern and western coastal areas of Pacific Ocean. First, the circum-Pacific belt. Circum-Pacific beltനെ പൊതുവായിട്ട് അറിയപ്പെടുന്നത് റിംഗ് ഓഫ് ഫയർ അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ്. ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഹോർസ് ഷൂ ഷേപ്പാണ്. ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് വളരെയധികം സിസ്മിക് ആയിട്ടോ ആക്റ്റീവ് ആയിട്ടൊരു ബെൽറ്റാണ്. എർത്ത്ക്വേക്ക് എപ്പിസെന്ററും ആക്റ്റീവ് വോൾക്കാനോസും ഒക്കെയുള്ള ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറീസ് വരുന്ന ഒരു പോർഷനാണ് സർക്കം-പസഫിക് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് പസഫിക് ഓഷ്യനിലെ തന്നെ ഈസ്റ്റേൺ വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയ ആണ്. പസഫിക് ഓഷ്യന്റെ ഈസ്റ്റേൺ വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയയിൽ കവർ ചെയ്ത് വരുന്ന ആക്റ്റീവ് വോൾക്കാനോസിനെ എല്ലാം അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് എപ്പിസെന്റേഴ്സിനെ എല്ലാം കളക്റ്റീവായിട്ട് പറയുന്ന ഒരു സോണാണ് സർക്കം-പസഫിക് ബെൽറ്റ് എന്ന് പറയുന്നത്. It is also known as volcanic zone of convergent oceanic plate margin. അവിടെ ഒരു കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ അതിനെ വോൾക്കാനിക് സോൺ ഓഫ് കൺവേർജന്റ് ഓഷ്യനിക് പ്ലേറ്റ് മാർജിൻ എന്നും വിളിക്കാറുണ്ട്. And this volcanic belt is also called fire girdle of the Pacific or fire ring of the Pacific. And the significant volcanoes in this region include Mount Helens, Washington, Valley of 10,000 Smoke, Alaska, etc. Second, the mid-continental belt. It is also known as volcanic zone of convergent continental plate margins. രണ്ടാമത്തെ ബെൽറ്റ് അറിയപ്പെടുന്നത് മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റ് എന്നാണ്. ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് വോൾക്കാനിക് സോൺ ഓഫ് കൺവേർജന്റ് കോണ്ടിനെന്റൽ പ്ലേറ്റ് മാർജിൻ ആണ്. ഇതും ഒരു കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി ആണ്. പക്ഷെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കോണ്ടിനെന്റൽ പ്ലേറ്റ്സിന്റെ കൺവേർജൻസ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ വോൾക്കാനിക് സോൺ ഓഫ് കൺവേർജന്റ് കോണ്ടിനെന്റൽ പ്ലേറ്റ് മാർജിൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ബെൽറ്റ് മെയിൻലി ഇൻക്ലൂഡ് volcanoes of alpine mountain chains and the Mediterranean Sea and the volcanoes of fault zone of Eastern Africa. ഈ ഒരു ബെൽറ്റിൽ വരുന്നത് പ്രധാനമായിട്ടും ആൽഫൈൻ മൗണ്ടൻ ചെയിൻസ്, ഈ ഭാഗമാണ് ആൽഫൈൻ മൗണ്ടൻ ചെയിൻസ് എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ സീയുടെ പോർഷനും ഏതാണ്ട് ഈ ഭാഗമായിട്ട് വരും. അതുപോലെ ഈസ്റ്റേൺ ആഫ്രിക്കയുടെ ഫോൾട്ട് സോൺ ഇത്രയും ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇത്രയും ഭാഗം ചേർന്ന് വരുന്നതാണ് mid-continental belt എന്ന് പറയുന്നത്. And this belt become discontinuous between Alps and Himalaya because of the compact thick crust formed due to the intense folding activity. ഫോൾഡിംഗ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞതാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട യങ് ഫോൾഡഡ് മൗണ്ടൻസിന് എക്സാമ്പിളാണ് ആൽപ്സും ഹിമാലയം എന്ന്. ഈ ഒരു മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത് ആൽപ്സിനും യൂറോപ്പിലെ ആൽപ്സിനും ഏഷ്യയിലെ ഹിമാലയസിനും ഇടയിലാണ്. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തൊക്കെ. ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം കണ്ടിന്യൂസ് അല്ലാതെ പോകാൻ അവിടെ പ്രധാനപ്പെട്ട കാരണം ആൽപ്സിലുള്ളതും അതുപോലെ തന്നെ ഹിമാലയസിലുള്ള ഫോൾഡിങ് ആക്ടിവിറ്റി കാരണം അവിടുത്തെ റോക്സ് വളരെയധികം കോമ്പാക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കാത്തത്, ആ ബെൽറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകാത്തത്. ആൻഡ് ദ സിഗ്നിഫിക്കന്റ് വോൾക്കാനോസ് ഇൻക്ലൂഡ് സ്ട്രോംബോളി, മൗണ്ട് എറ്റ്ന, വെസുവിയസ് ഓഫ് മെഡിറ്ററേനിയൻ സീ, കിളിമഞ്ചാരോ ഓഫ് ആഫ്രിക്ക, എൽഗൺ ഓഫ് ഈസ്റ്റേൺ ആഫ്രിക്ക, എക്സെട്ര. Then the third belt is the mid-Atlantic belt.
This belt include volcanoes along the mid-Atlantic ridge where there is a divergent plate boundary. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ബൗണ്ടറീസും, അതായത് സർക്കം പസഫിക് ബെൽറ്റ് ആയാലും ശരി മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റ് ആയാലും ശരി, രണ്ടും കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി ആയിരുന്നു. അതിന് വിപരീതമായിട്ടൊരു പ്ലേറ്റ് ബൗണ്ടറിയാണ് മിഡ് അറ്റ്ലാന്റിക് ബെൽറ്റ്. ഇവിടെ ഒരു ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയാണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിന് അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു ബെൽറ്റാണ് മിഡ് അറ്റ്ലാന്റിക് ബെൽറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വോൾക്കാനോസ് ഓഫ് ഫിഷർ ഇറപ്ഷൻ ഒക്കർ ഹിയർ. ഇവിടുത്തെ പ്രത്യേകത, രണ്ട് ടൈപ്പ് ഇറപ്ഷൻ പറഞ്ഞു. സെൻട്രൽ ഇറപ്ഷൻ, വെന്റിൽ കൂടെ വരുന്നത് സെൻട്രൽ ഇറപ്ഷനും, അതേസമയം ക്രാക്സ്, ഫോൾട്ട്, ഫ്രാക്ചേഴ്സിൽ കൂടെ വരുന്നത് ഫിഷർ ഇറപ്ഷനും. ഏറ്റവും കൂടുതൽ ഫിഷർ ഇറപ്ഷൻ നടക്കുന്ന ഒരു സോണാണ് മിഡ് അറ്റ്ലാന്റിക് ബെൽറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് ആക്റ്റീവ് ഏരിയ ഈസ് ദ ഐസ്ലാൻഡ്. ഈ ഒരു ഭാഗം, ഈ ഐസ്ലാൻഡിന്റെ ഭാഗമാണ് ഏറ്റവും ആക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഫിഷർ ഇറപ്ഷനെ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, ഐസ്ലാൻഡിക് ടൈപ്പ് ഓഫ് ഇറപ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് അതർ ആക്റ്റീവ് വോൾക്കാനോസ് ഇൻക്ലൂഡ് സെന്റ് ഹെലീന, അസോറസ്, സദേൺ ആൻഡലസ്, etc. Then the fourth and the final zone of distribution is the intraplate volcanoes. These are the scattered volcanoes found in the inner part of the continents. Continents in the agatha, അതായത് പ്ലേറ്റ് ബൗണ്ടറീസ് എന്നൊക്കെ അകന്ന് വളരെയധികം അകന്ന് മിഡിലായിട്ട്, കോണ്ടിനെന്റ്സിന്റെ ഒക്കെ മിഡിൽ പോർഷൻസിലായിട്ട് വളരെയധികം സ്കാറ്റേർഡ് ആയിട്ട് കാണപ്പെടുന്ന വോൾക്കാനോസിനെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് ഇൻട്രാപ്ലേറ്റ് വോൾക്കാനോസ് എന്ന്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ വോൾക്കാനോസ് റണ്ണിംഗ് ഫ്രം ഹവായ് ടു കാംചക്ക പെൻസുല, ദെൻ പരാൻ ഓഫ് ബ്രസീൽ, ഡെക്കാൻ പ്ലേറ്റു, എക്സെട്ര. ഒരു സ്കാറ്റേർഡ് വോൾക്കാനോസ്, ഇൻട്രാപ്ലേറ്റ് വോൾക്കാനോസിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് കാണിച്ചേക്കുന്നത്. ഹോട്ട്സ്പോട്ട്സിലാണ് ഇൻട്രാപ്ലേറ്റ് വോൾക്കാനോസ് ഫോം ചെയ്യുന്നത്. ഇന്ത്യയിലെ ഡെക്കൻ പ്ലേറ്റു ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ദിസ് ഈസ് എ വേൾഡ് മാപ്പ് ഷോയിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആക്റ്റീവ് വോൾക്കാനോസ്. അതിൽ മേജർ ആയിട്ടുള്ള ആക്റ്റീവ് വോൾക്കാനോസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത് കാണിക്കാത്തതിന് കാരണം ഇന്ത്യയിൽ ആക്റ്റീവ് വോൾക്കാനോസ് ഒന്നും ഇല്ല. അപ്പോൾ ഉള്ളത് ഒരു സ്ലംബറിങ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെന്റ് വോൾക്കാനോ, അത് ബാരൻ ഐലൻഡ്സിലാണ്. ഡെക്കൻ പ്ലേറ്റൂവിൽ ഇപ്പോൾ ഇറപ്ഷൻ ഒന്നും നടക്കുന്നില്ല. Moving on to the next topic, prediction of volcanoes. Volcanoes can be predicted mainly by two ways: by examining the small cracks and volcanic gases, and secondly by measuring the slope and temperature. First, the small cracks and volcanic gases. Most active volcanoes produce small earthquakes as the magma within them moves upward. Therefore, monitoring earthquake is one of the best way to predict an eruption. സാധാരണഗതിയിൽ ആക്റ്റീവ് വോൾക്കാനോസ് ഇറപ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിന് ചുറ്റും ചെറിയ ചെറിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്റ്റീവ് വോൾക്കാനോയുടെ ചുറ്റും ചെറിയ ഭൂമികുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഇറപ്ഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. Secondly, just before an eruption, many volcanoes give off more gas. The composition of this gas may also change before an eruption. By monitoring the gases, scientists can predict when an eruption may happen. രണ്ടാമതായിട്ട്, ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ വോൾക്കാനോയിൽ നിന്ന് ഗ്യാസസ് എമിറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ എമിറ്റ് ചെയ്യുന്ന ഗ്യാസസ് സാധാരണ രീതിയിൽ എമിറ്റ് ചെയ്യുന്ന ഗ്യാസസിനെക്കാട്ടും കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കും എമിറ്റ് ചെയ്യുന്നതും. മാത്രവുമല്ല, ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഗ്യാസ് കോമ്പോസിഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഇറപ്ഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് is the measuring the slope and temperature. As the magma rises before an eruption, it can cause the Earth's surface to swell. The side of a volcano may even bulge. Scientists can use an instrument called a tiltmeter to measure the slope of volcanic side. Changes in the slope indicate that an eruption is likely. രണ്ടാമതായിട്ട്, ഒരു വോൾക്കാനോയുടെ സ്ലോപ്പും ടെമ്പറേച്ചറും മെഷർ ചെയ്യുന്നത് വഴി വോൾക്കാനോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് സാധിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഇറപ്ഷൻ സംഭവിക്കുന്നതിന് മുമ്പ് മാഗ്മ ഇങ്ങനെ പൊങ്ങി വരാറുണ്ടല്ലോ. ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് അത് എർത്ത് സർഫസിൽ ഒരു സ്വെല്ലിങ്, ഒരു ബൾജിങ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എർത്ത് സർഫസിൽ അങ്ങനെ ഒരു ബൾജിങ് ഉണ്ടാക്കാറുള്ളപ്പോൾ
അതിൻ്റെ സ്ലോപ്പിന് ഒരു ചേഞ്ച് വരും. ആ ഒരു സർഫസിൻ്റെ സ്ലോപ്പിന് ഒരു ചേഞ്ച് വരും. അപ്പം ടിൽറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇത് വെച്ച് വോൾക്കാനോയുടെ സൈഡ് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലോപ്പിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഇറപ്ഷൻ നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അർത്ഥം. One of the newest methods for predicting volcanic eruption involves using satellite images. Satellites can record the surface temperature at and around the volcano. As magma rises, the surface temperature of volcano may increase. Therefore, an increase in the surface temperature indicates that an eruption is likely. ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സാറ്റലൈറ്റ് ഇമേജറീസിൽ ഒരു സ്ഥലത്തിൻ്റെ സർഫസ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു വോൾക്കാനിസം സംഭവിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള സർഫസ് ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വോൾക്കാനോയുടെ ചുറ്റുമുള്ള സർഫസ് ടെമ്പറേച്ചറിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ആ സാറ്റലൈറ്റ് ഇമേജിൽ റെക്കോർഡ് ചെയ്യും. അത് എക്സാമിൻ ചെയ്യുന്നത് വഴി അവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. Then the next topic is the positive impacts of an volcano. First, the geothermal energy is where the heat from within the earth is used to generate electricity. The geothermal energy can be generated in areas where magma lies close to the surface. This is good for increasing the renewable energy source. Secondly, the ash ejected by an volcano acts as a good fertilizer for the soil. Third, volcanoes attract many tourists who enjoy the dramatic scenery that they produce. Fourth, rising magma brings valuable minerals to the surface, creating mining opportunities. ഇനി ഒരു വോൾക്കാനിക് ഇറപ്ഷൻ പ്രധാനമായിട്ട് നമ്മളതൊരു ഡിസാസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും എന്തൊക്കെയാണ് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസ്? ഒന്നാമത്തത്, ഒരു മാഗ്മ സർഫേസിന് വളരെയധികം അടുത്തിരിക്കുന്ന സ്ഥലത്ത് ജിയോതെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ജിയോതെർമൽ എനർജി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അതായത് തീർന്നു പോകാത്തൊരു എനർജിയാണ്. ഉപയോഗിക്കുന്നതോറും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ആണ്. രണ്ടാമത്തത്, വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ ആഷ് പുറത്തു വരാറുണ്ട്. ഈ ആഷ് എന്ന് പറഞ്ഞാൽ ഹൈലി ഫെർട്ടിലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സോയിലിന് ഗുഡ് ഫെർട്ടിലൈസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്, വോൾക്കാനോ സൈറ്റ്സ് എന്ന് പറയുന്നത് അത് മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ദെൻ അതുപോലെ ഈ മാഗ്മ പുറത്തു വരുന്നതിനൊപ്പം തന്നെ അത് ഒരുപാട് മിനറൽസ് എർത്ത് സർഫസിൽ എത്തിക്കാറുണ്ട്. അതൊരു മൈനിങ് ഏരിയ ആയിട്ട് പിന്നീട് അത് മാറാറുണ്ട്. Negative impact of volcano infants, elderly people with respiratory conditions such as asthma, emphysema, and other chronic lung diseases may have problems if they breathe in volcanic ash. വോൾക്കാനിക് ആഷ് ശ്വസിക്കുന്നത് വഴി കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും റെസ്പിറേറ്ററി കണ്ടീഷൻസിന് പ്രോബ്ലം ഉള്ളവർക്ക്, അതായത് ആസ്മ, എമിസ്യൂമ അല്ലെങ്കിൽ മറ്റ് ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസ് ഉള്ളവർക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കും. അവരുടെ ശ്വാസകോശത്തെ ദോഷകരമായിട്ട് ബാധിക്കും. Then most gases from an volcano quickly blow away. However, heavy gases such as carbon dioxide, hydrogen sulfide are collecting in low-lying areas. And the most common volcanic gas is water vapor and is followed by carbon dioxide, sulfur dioxide, etc. And this sulfur dioxide is very dangerous. It can create breathing problems in both healthy as well as people suffering from asthma and other respiratory diseases. പല രീതിയിലുള്ള ഗ്യാസസ് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെയാണ്. ഇതിൽ സൾഫർ ഡയോക്സൈഡിന് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഹെൽത്തി പീപ്പിളിന് പോലും ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഗ്യാസാണ് സൾഫർ ഡയോക്സൈഡ്. Then huge volume of hot and liquid lava moving at considerably fast speed can bury human structures. ഈ ഒരു ഇമ്പാക്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ശക്തിയേറിയ രീതിയിൽ വളരെയധികം ചൂടേറിയ ഹോട്ട് ലാവ മൂവ് ചെയ്യുന്നത് വഴി അത് പോകുന്ന വഴിയിലുള്ള എല്ലാ വസ്തുക്കളെയും നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിലും അതിനെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ലാവ കടന്നു പോകുന്നത്.
Then fallout of immense quantity of volcanic materials, including fragmented materials, dust and ash, smoke, etc. cover large ground surface, and this they can destroy crops, vegetation, buildings, disrupts and diverts natural drainage. ഒരു ഓർഗാനിക് ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ ആഷും ഡസ്റ്റും സ്മോക്കും അതൊപ്പം തന്നെ ഫൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റഡ് മെറ്റീരിയൽസും പുറത്തു വരാറുണ്ട്. അപ്പോൾ ഒരു വലിയ ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ ഒത്തിരി മെറ്റീരിയൽസ് പുറത്തു വന്നിട്ട് അത് ഗ്രൗണ്ട് സർഫേസിൽ അക്യൂമുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഗ്രൗണ്ട് സർഫേസിലുള്ള ക്രോപ്സ് ആണെങ്കിൽ അതിനെ നശിപ്പിക്കും, വെജിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കും, ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അത് ആഷ് കൊണ്ട് ഫ്രാഗ്മെൻറ്റഡ് മെറ്റീരിയൽസ് കൊണ്ട് മൂടുകയോ അതിന് നാശം വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ നാച്ചുറൽ റേഞ്ചിൽ നമ്മൾ റിവർ സിസ്റ്റത്തിന് ഒരു ഡിസ്ട്രപ്ഷൻ സംഭവിക്കുക, ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുകയോ അതിൻ്റെ ഡയറക്ഷൻ മാറ്റുകയോ ഒക്കെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ചെയ്യാറുണ്ട്. And all type of volcanic eruption, if not well predicted in advance, can cause tremendous loss to the precious human life. ഏതൊരു ഹസാഡ് ആയാലും അല്ലെങ്കിൽ ഏതൊരു ഡിസാസ്റ്റർ ആയാലും നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആളുകളെ ഒന്നും മാറ്റി പാർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ ലൈഫാണ് ലൂസ് ചെയ്യുന്നത്. Then earthquake caused before and after an volcanic eruption can generate destructive tsunamis, seismic waves, and volcanic eruption change the radiation balance of the earth and atmosphere, resulting in climatic change. മറ്റൊന്ന്, ഒരു വലിയ വലിയ ഇറപ്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെറിയ ചെറിയ earthquakes അല്ലെങ്കിൽ ഭൂമികുലുക്കം ഉണ്ടാകാറുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഭൂമികുലുക്കങ്ങൾ ഒരു സമുദ്രത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് സുനാമി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊന്ന്, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നത് വഴി എർത്തിൻ്റെ റേഡിയേഷൻ ബാലൻസിന് ഒരു ചേഞ്ച് ഉണ്ടാക്കാറുണ്ട്. അതൊരു ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന കണ്ടീഷനിലോട്ട് വരെ എത്തിച്ചേരാറുണ്ട്. Then the last term and topic, volcanic explosivity index. It is a numerical scale that measures the relative explosivity of historic eruption. The index is given by a number within the range of 0 to 8. earthquake ഉണ്ടാവുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പദങ്ങളാണ് റിക്ടർ സ്കെയിൽ എന്നൊക്കെ. അതായത് earthquakeൽ എത്രത്തോളം എനർജി റിലീസ് ചെയ്തു, എത്രത്തോളം അതിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. അതുപോലെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ എക്സ്പ്ലോസിവിറ്റി, ഹിസ്റ്റോറിക് ഇറപ്ഷൻസിൽ അത് എത്രത്തോളം എക്സ്പ്ലോസിവിറ്റി ഉണ്ട്, അത് എത്ര വോളിയത്തിൽ എത്ര അതിന് വ്യാപ്തി എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് വോൾക്കാനിക് എക്സ്പ്ലോസിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഞ്ച് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 to 8 ആണ്. 0 എന്ന് പറയുമ്പോൾ അധികം എക്സ്പ്ലോസീവ് ഒന്നും അല്ല. ഇനി 1 ഒക്കെ ആണെങ്കിൽ 1 and 2 ഒക്കെ ആണെങ്കിൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് എക്സ്പ്ലോഷനാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു 3 ഒക്കെ ആണെങ്കിൽ ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് എക്സ്പ്ലോഷനാണ് സംഭവിച്ചിട്ടുള്ളത്. 4 to 5 ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ലാർജർ എക്സ്പ്ലോഷനാണ്. ഇനി 6, 7, 8 ഒക്കെ വരുന്നെങ്കിൽ വെരി ലാർജ് എക്സ്പ്ലോഷനാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തും എത്രത്തോളം എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്, അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് വോൾക്കാനിക് എക്സ്പ്ലോസിവിറ്റി ഇൻഡെക്സ്.